ഹായ് ഹലോ, അജിത്താണ്. ട്രാവൽ ജിത്തിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ബെഹ്റിനിലെ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന, മോഹൻലാലിനെ സ്നേഹിക്കുന്നവരുടെ കൂട്ടായ്മയായ ലാൽ കെയേഴ്സ് ബെഹ്റിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ബെഹ്റിനിൽ വെച്ച് എമ്പുരാൻ്റെ സക്സസ്ഫുൾ പാർട്ടി നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷനുകൾ നേടി മുന്നോട്ട് പോവുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ എമ്പുരാൻ എന്ന സിനിമ. എമ്പുരാൻ്റെ ഈ വിജയം ബെഹ്റിനിലെ മോഹൻലാൽ ആരാധകരുടെ കൂട്ടായ്മയായ ലാൽ കെയേഴ്സിൻ്റെ നേതൃത്വത്തിൽ വിപുലമായ രീതിയിലാണ് ആഘോഷിച്ചത്. കഴിഞ്ഞ 12 വർഷമായി ബെഹ്റിനിൽ പ്രവർത്തിക്കുന്ന മോഹൻലാൽ ആരാധകരുടെ കൂട്ടായ്മയായ ബെഹ്റിൻ ലാൽ കെയേഴ്സ് തങ്ങളുടെ പ്രിയപ്പെട്ട താരത്തെ ആരാധിക്കുന്നതിനോടൊപ്പം തന്നെ നാടിന് നന്മ ചെയ്യുക എന്ന ലക്ഷ്യവുമായാണ് മുന്നോട്ട് പോകുന്നത്. നമസ്കാരം. മലയാളത്തിൻ്റെ ബ്രഹ്മാണ്ഡ ചിത്രം 10 ദിവസം കൊണ്ട് മലയാള സിനിമയിലേക്ക് ഇൻഡസ്ട്രി ടയർ മാറിയിരിക്കുന്ന എമ്പുരാൻ എന്ന ചിത്രത്തിൻ്റെ വിജയാഘോഷത്തിലാണ് ബഹ്റിൻ ലാൽ കെയേഴ്സിൻ്റെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ എന്നല്ല ഓരോ മലയാളിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന ഒരു അവസരമാണിത്. നാട്ടിൽ തന്നെ സിനിമയെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഒരുപാട് പേരുടെ ജീവിതം, സിനിമാ തിയേറ്ററുകാരുടെ സാമ്പത്തിക പ്രതിസന്ധികൾ എല്ലാം തീർത്തുകൊണ്ട് മലയാള സിനിമയ്ക്ക് ഒരു പുത്തൻ ഉണർവ് നൽകിക്കൊണ്ട് വിജയകരമായി ഇന്നുമെന്ന് പറയുമ്പോൾ 10 ദിവസമേ ആയിട്ടുള്ളെങ്കിലും ഒരു 3 മാസത്തെ കളക്ഷനൊക്കെ നേടിക്കൊണ്ട് ഈ ചിത്രം മഹാവിജയമായി മുന്നേറുകയാണ്. ഇതിനോട് സഹകരിച്ച മുഴുവൻ മലയാളികൾ അല്ലെങ്കിൽ മുഴുവൻ ഇന്ത്യക്കാർക്കും ഞങ്ങൾ ലാൽ കെയേഴ്സിൻ്റെ പേരിൽ അകമഴിഞ്ഞ നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തുന്നു. ബെഹ്റിൻ ലാൽ കെയേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, ലാൽ കെയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ഒരു ഫാൻസ് അസോസിയേഷൻ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് തുടങ്ങിയ ലാലേട്ടൻ ആരാധകരുടെ ഒരു സംഘടനയാണ്. ഇപ്പം ലോകമെമ്പാടുമുള്ള വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഏകദേശം 12ഓളം രാജ്യങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പം ബെഹ്റിനിൽ ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് 2013 ഇപ്പം 12 വർഷത്തോളമായി പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് മുൻകൂട്ടി ചെയ്യുന്നതെന്ന് പറഞ്ഞത്. അപ്പം എല്ലാ പ്രതിമാസം ഒരു ജീവകാരുണ്യ പ്രവർത്തനം എന്ന രീതിയിലാണ് നമ്മൾ ചെയ്തു പോകുന്നത്. ഈ 10-12 വർഷത്തിനിടയ്ക്ക് ഞങ്ങൾ ഏകദേശം ഒരു 20ഓളം രക്തദാന ക്യാമ്പുകൾ, ഒരു 12ഓളം മെഡിക്കൽ ക്യാമ്പുകൾ, പിന്നെ ഒരു 50ഓളം പേർക്കുള്ള ചികിത്സാ ധനസഹായങ്ങൾ, ഫ്ലൈറ്റ് ടിക്കറ്റുകൾ, പിന്നെ ഈ പ്രളയം, അങ്ങനെ ഭൂകമ്പം, അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ നാട്ടിൽ പ്രോബ്ലംസൊക്കെ നടന്നപ്പോൾ അവർക്ക് ഒരുപാട് സഹായങ്ങൾ ഇവിടുന്ന് നമുക്ക് ചെയ്യാൻ സാധിച്ചു. അപ്പം ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ലാലേട്ടനെ നേരിട്ട് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ശക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ മെമ്പേഴ്സ് തന്നെയാണ് എല്ലാവരും. ഇപ്പം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യം ഇതാണ്. നമ്മുടെ ഒരു സഹോദര നാട്ടിലിപ്പം ഒരു പ്രോബ്ലം പറ്റി കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിന് സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു ചാരിറ്റിയുടെ ഒരു തുടക്കം കൂടി ഇന്ന് ചെയ്യുകയാണ്. ലാൽ കെയേഴ്സിന്റെ ബഹ്റിനിലുള്ള എല്ലാ മെമ്പേഴ്സിനും എൻ്റെ ആശംസകൾ. അർഹരായ ഒരുപാട് പേരെ നിങ്ങൾ സഹായിക്കുന്നു എന്നറിഞ്ഞാൽ വളരെയധികം സന്തോഷം. തുടർന്ന് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങളോടൊപ്പം ഞാൻ. ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ആ പരിപാടികളെല്ലാം നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ? അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. ഒരു സക്സസ് സെലിബ്രേഷൻ, ഇൻഡസ്ട്രി സെലിബ്രേഷനാണ് നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കാത്തിരുന്ന ആ സുദിനം നമ്മൾ സക്സസ് സെലിബ്രേഷനായിട്ട് തുടങ്ങി ഇന്ന് ചെയ്യണമെന്ന് വിചാരിച്ച് മുന്നോട്ട് വന്ന് ഇന്ന് തന്നെ ആ മലയാളത്തിലെ ആ 1ാം നമ്പർ സ്ഥാനം നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. മലയാള സിനിമ രക്ഷപ്പെടുത്തിയത് മോഹൻലാൽ എന്ന നടനാണ്. നിങ്ങൾ ശരിക്കും ഓർത്ത് നോക്കിയാൽ മതി. ഒരു കാലത്ത് വെറും മിമിക്രി സിനിമകൾ, കോമഡികൾ എന്ന പേരിൽ വളിപ്പ് മിമിക്രി സിനിമകൾ കയറി സിനിമാ തിയേറ്ററിൽ ആളുകൾ കയറി ചെല്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നു. ആ സമയത്താണ് ലാൽ സാറിൻ്റെ ഉദയനാണ് താരം എന്ന സിനിമ വന്ന് തിയേറ്ററുകളിലേക്ക് അറിയുന്നത് മോഹൻലാൽ എന്ന നടനെയാണ്. പക്ഷേ മോഹൻലാൽ നടനാകുന്നതിന് മുമ്പ് എനിക്ക് മോഹൻലാലിനെ പരിചയമുണ്ട്. മോഹൻലാലിന് 15 വയസ്സുള്ളപ്പോൾ, അദ്ദേഹം 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് പരിചയമുണ്ട്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഇവന്റ് ഇൻഡസ്ട്രിയിൽ ഒരു 6 വർഷം 7 വർഷമായിട്ട് ഞാൻ ഉണ്ട്. പക്ഷെ ഇതുവരെ അങ്ങനെ
അങ്ങനെ ഒരു ഡ്രീം സ്റ്റേജ് എനിക്ക് കിട്ടിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ബഹറിനി വന്നിട്ട് ആദ്യം എമ്പുരാൻ എന്ന് പറയുന്ന ഒരു വലിയ സ്റ്റേജാണ് ഞാൻ ഡ്രീം ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടായിരുന്നു സത്യം പറഞ്ഞാൽ കഴിഞ്ഞ 6 മാസമായിട്ട് ഞാൻ ഈ പ്രോഗ്രാമിന്റെ പുറത്തുണ്ട്. പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇനിയുള്ള നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടായിരിക്കും. നന്ദി, നമസ്കാരം. നമ്മുടെ മ്യൂസിക് ടീം കഴിഞ്ഞ പരിപാടിക്ക് നമ്മുടെ പരിപാടിക്കെല്ലാം വന്നതാണ്. ജ്വാല മ്യൂസിക് ടീമിനും ഞങ്ങളുടെ ഡാൻസും പാട്ടും കേക്ക് കട്ടിങ്ങും ഒക്കെ ആയി നല്ല അടിപൊളി പരിപാടിയായിരുന്നു. ഡാൻസും പാട്ടുമൊക്കെ വോയിസ് കട്ട് ചെയ്ത് കോപ്പിറൈറ്റിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ടാണ്. മലയാളത്തിന് ഒരുപിടി നല്ല സീരിയൽ സിനിമ കഥാപാത്രങ്ങളെ സംഭാവന ചെയ്ത MR ഗോപകുമാർ ആയിരുന്നു ഈ പരിപാടിയുടെ മുഖ്യ അതിഥിയായി എത്തിയത്. ലാൽ കെയറിനെ കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള ഒരു ചെറിയൊരു വീഡിയോ കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ്. ബഹറിൻ ലാൽ കെയേഴ്സ് സേതുമാധവനെയും മാണിക്കനെയും ജോജിയെയും ഇന്ദുചൂടനെയും ഒക്കെ മനസ്സേറ്റിയ ഒരു പറ്റം ചെറുപ്പക്കാർ 2013 മെയ് മാസത്തിൽ ശ്രീ ജഗത് കൃഷ്ണകുമാറിൻ്റെയും ശ്രീ ഫൈസൽ FM-ൻ്റെയും നേതൃത്വത്തിൽ ലാലേട്ടൻ്റെ ഒരു പിറന്നാൾ ദിനം ആഘോഷിച്ചുകൊണ്ട് ഈ പവിഴദ്വീപിൽ ലാൽ കെയേഴ്സ് എന്ന പേരിൽ മോഹൻലാൽ ഫാൻസിൽ തുടക്കം കുറിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുന്നൂക്കം നൽകി 2013 UAE-യിൽ ലാലേട്ടൻ്റെ ആശീർവാദത്തോടെ തുടക്കം കുറിച്ച ലാൽ കെയേഴ്സിന് ഇന്ന് ബഹറിൻ കൂടാതെ യൂറോപ്പ്, ഗൾഫിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ന്യൂസിലാൻഡ്, സിംഗപ്പൂർ, സ്വീഡൻ, അമേരിക്ക എന്നീ രാജ്യങ്ങളിലും സംഘടനാ പ്രവർത്തനമുണ്ട്. 12 വർഷം പൂർത്തിയാക്കുന്ന ലാൽ കെയേഴ്സ് മറ്റു സംഘടനകൾക്കൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുൻനിരയിലാണ്. 15ഓളം രക്തദാന ക്യാമ്പുകൾ, നിരവധി മെഡിക്കൽ ക്യാമ്പുകൾ, 50ഓളം രോഗികൾക്ക് ചികിത്സാധന സഹായം, പലവിധ ചതികളിൽപ്പെട്ട് നരകിക്കുന്നവർക്ക് നാടണയാനുള്ള വിമാന ടിക്കറ്റുകൾ, പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട് നാട് വിലപിക്കുമ്പോൾ അവർക്കുള്ള സഹായം, പ്രളയ സഹായം, ഉരുൾപൊട്ടൽ സഹായങ്ങൾ, നേപ്പാൾ ഭൂചലന സഹായനിധി, ചെന്നൈ വെള്ളപ്പൊക്ക സഹായനിധി, അങ്ങനെ നിരവധി. വളരെ താഴ്ന്ന ശമ്പളക്കാരായ ആളുകളെ വിഷമിക്കുന്ന ലേബർ ക്യാമ്പുകളിൽ നേരിട്ടെത്തി അവരുടെ കണ്ണീരൊപ്പാൻ ലാൽ കെയേഴ്സ് സംഘങ്ങൾ എന്നും ശ്രദ്ധ ചെലുത്താറുണ്ട്. ലാൽ കെയേഴ്സ് എല്ലാ വർഷവും നടത്തിവരുന്ന ഇഫ്താറുകൾ സാധാരണക്കാരായ തൊഴിലാളികൾക്ക് കൂട്ടായും തുണയായും രൂപപ്പെടാറുണ്ട്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ലാലേട്ടൻ 2 തവണ ബഹ്റിൻ സന്ദർശിച്ചപ്പോഴും ബഹ്റിൻ ലാൽ കെയേഴ്സ് ഒരുക്കിയ സ്വീകരണവും സ്നേഹവായ്പകളും ബഹ്റിനിലെ ഒരു ചരിത്ര സംഭവമായിരുന്നു. ബഹ്റിൻ ലാൽ കെയേഴ്സിനെ കുറിച്ച് ലാലേട്ടൻ പറഞ്ഞ വാക്കുകൾ ബഹ്റിൻ ലാൽ കെയേഴ്സിൻ്റെ തൊപ്പിയിലെ എന്നും പാറിക്കളിക്കുന്ന പൊൻതൂവലാണ്. ശക്തമായി തുടരുന്ന ബഹ്റിൻ ലാൽ കെയേഴ്സ് കമ്മിറ്റിയിൽ ഷൈജു കംബ്രത്ത്, അരുൺ ജി നെയ്യാർ, ജെയ്സൺ, വിഷ്ണു വിജയൻ, വിപിൻ രവീന്ദ്രൻ, അരുൺ തൈക്കാട്ടിൽ, അഖിൽ, നിതിൻ തമ്പി, കിരീടമുണ്ണി തുടങ്ങി 113 പേർ സജീവ അംഗങ്ങളാണ്. സംഘടനകൾ വിടരുകയും കൊഴിയുകയും ചെയ്യുന്ന ഈ നാട്ടിൽ ലാൽ കെയേഴ്സ് മുന്നോട്ട് പോയതും പോകുന്നതും നിങ്ങളുടെയെല്ലാം സഹായ സഹകരണങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ്. നന്ദിയോടെ ഞങ്ങൾ എന്നും എപ്പോഴും നിങ്ങൾക്കൊപ്പമുണ്ട്. മലയാളത്തിൻ്റെ സ്വന്തം 6-ാം തമ്പുരാന്, ഇന്ന് ലോക സിനിമയുടെ എമ്പുരാനായ ഞങ്ങളുടെ സ്വന്തം ലാലേട്ടന് നിറഞ്ഞ സ്നേഹത്തോടെ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.